2 മാസമായി നമ്മളെ പ്രോപ്പർട്ടിയിലോട്ട് വന്നിട്ട്. അപ്പം ഒന്ന് നോക്കാൻ വന്നതാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്. വാഴ ഇത് ആയില്ല, ടൈമാവും. ഇതെനിക്ക് തോന്നുന്നു പച്ചച്ചിങ്ങൻ പഴമാണെന്ന് തോന്നുന്നു. പച്ചച്ചിങ്ങൻ കൊലകളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. ഇത് പിന്നെ നമ്മളെ ചെറിയ മുളകുണ്ട്, മുളകൊക്കെ പിടിച്ചപ്പോണ്ട്. ഇത് നമ്മളെ നല്ല അടിപൊളി മുളകാണ്. കറിയാ എല്ലാ മുളകും പിടിച്ചപ്പോണ്ട്. ഇതിലൊക്കെ മുളക് പിടിച്ച് നിൽപ്പുണ്ട്. എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വളർത്തിയെടുത്തത്. തേങ്ങ കിടപ്പുണ്ടോ എന്ന് നോക്കണം. അതും കൂടി വന്നത്. ഒരു തേങ്ങ കിടപ്പുണ്ട്. ഉണ്ടല്ലേ, പന്നി കയറിയിട്ട് ഇത് കംപ്ലീറ്റ് കുത്തി ഇളക്കി. അല്ലേ, പന്നി കയറിയതാണ്. ഇതെല്ലാം കുത്തി ഇളക്കി എന്താക്കിയിട്ടിരിക്കുകയാണ്. പന്നി ശല്യം വളരെ രൂക്ഷമാണ് ഇവിടെയൊക്കെ കേട്ടോ. പന്നി ശല്യം കൂടുതലാണ്. ഫുള്ള് കണ്ട ഇഞ്ചിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഇഞ്ചി നട്ടിട്ടതായിരുന്നു. എല്ലാം കുത്തി ഇളക്കി ചന്നപിന്നേക്കണം. ഇനി അടുത്ത ട്രിപ്പ് അവിടെ കാടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാടായി. അങ്ങനത്തെ കാട്. ഇവിടെയൊന്നും കാടില്ലായിരുന്നു. നമ്മളെ പുരയിടം വെച്ച് നോക്കാതെ വേറെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചാൽ ഇതാണ് അവസ്ഥ. പിന്നെ നമ്മളെ അവസ്ഥയും മോശമല്ലേ. എൻ്റെ വീട്ടിലെല്ലാം തേങ്ങ കിടപ്പുണ്ട്. കിടക്കുന്നു, ഇനിയുണ്ടാവും. ഒരു തേങ്ങ കിട്ടി. നമ്മളെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഇവിടുന്ന് മാറിയത്. ഇല്ലെങ്കിൽ ഇവിടുന്ന് മാറൂല. സ്വന്തം പുരയിടം വിറ്റ് ആരെങ്കിലും വാടകയ്ക്ക് പോകുമോ? അതാണ്. നമുക്ക് താമസിക്കാനുള്ള വഴിയില്ലാത്തതുകൊണ്ടാണ്, വീട്ടിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പം ഇവിടുന്ന് മാറി താമസം. സ്ഥലം പാലച്ചിറ, തിരുവനന്തപുരം വർക്കല പാലച്ചിറയാണ് സ്ഥലം. പറഞ്ഞിട്ട് കാര്യമില്ല, അവസ്ഥ മോശമാണ്. അതുകൊണ്ട് തുളസി കംപ്ലീറ്റ് തുളസി വളർന്ന് കിടക്കുക. തുളസി ചെറിയ കൊല, ഇതായില്ല. കൊലയുണ്ടോ എന്ന് നോക്കാൻ വന്ന ഒരു കൊലയായിട്ടില്ല. ഇത് ചെറിയൊരു പരുവായി. പിന്നെ വേറെ ആത്തച്ചക്ക നിൽപ്പുണ്ട്, ഒരു മൂട് ആത്തച്ചക്ക. എല്ലാം ആയിട്ടില്ല, അല്ല എല്ലാം പിഞ്ചാണ്.
ഈ ചേമ്പ് പോയി നോക്കണം, എന്തെങ്കിലും ഉണ്ടാവും. 2 മൂട് ചേമ്പ് ഉണ്ട്, രണ്ടും പോയി നോക്കണം. എല്ലാം കുരുമുളക് എല്ലാം നല്ല കംപ്ലീറ്റായി. പറിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു കുരുമുളകിൻ്റെ. വാഴ ഫുള്ള് അണ്ണാനല്ലേ വവ്വാലെല്ലാം വവ്വാലെന്ന് പോയി. അല്ലേ ഇപ്പം വെട്ടിയെടുത്ത കൊല അല്ലേ പൊട്ടി കീറി കുറച്ചൊക്കെ എന്ത് തിന്നുപോയി. ഞാൻ കിട്ടിയ 2 മരച്ചീനി കാച്ചിൽ. വീട്ടിലോട്ട് നാടൻ കരിവേപ്പില കുറച്ച് കട്ട് ചെയ്തെടുക്കണം. കമ്പ് വെച്ച് ഒടിച്ചെടുക്കുക, അതാകുമ്പം കുഴപ്പമില്ല. കൊണ്ടുപോകാനുള്ള തേങ്ങ എടുത്തിട്ടതാണ്. പപ്പായ നിൽപ്പുണ്ട്, നല്ല അടിപൊളി പഴുത്ത പപ്പായ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു പപ്പായ കുത്തിയിട്ടാലോ എന്ന് ആലോചിക്കുക. അല്ലേ നല്ല സൈസായിട്ട് നല്ല പഴുത്ത പപ്പായ കുത്തിയിട്ട് കൊണ്ട് കട്ട് ചെയ്ത് കഴിക്കണം. 2 3 പഴുത്തില്ല. മോളിൽ നിന്ന് 3 പപ്പായ കുത്തിയിട്ട് 3 പഴുത്ത 1 2 3 നല്ല പഴുത്ത പപ്പായ 3 പപ്പായ കിട്ടി.